കുറച്ച് മുമ്പേ നമ്മളെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഏതോ ഒരു ചങ്ങായി എന്ന് പറയേണ്ട ആണുങ്ങൾ ചെയ്ത് കൂട്ടിയ 2-3 ദിവസമായിട്ട് ചെയ്ത് കൂട്ടിയ ഓരോ കുറ്റകൃത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു 1.5 വയസ്സുകാരനായ ഒരു പിഞ്ചു കുഞ്ഞിനെ പിന്നെ കൊന്നുകളഞ്ഞ ഒരു അച്ഛൻ, അതേപോലെ തന്നെ ഒരുപാട് മറ്റ് പല ന്യൂസുകൾ കണ്ടു. അതൊക്കെ ആണുങ്ങൾ തന്നെയാണെന്ന് സമ്മതിച്ചു. പക്ഷേ എന്ന് വെച്ചാൽ എന്ന് കരുതി ഈ ബസ്സിൽ കയറുന്നവർ മൊത്തം എന്താ പറയണ്ടത് ഇതേപോലെയുള്ള കൊലപാതകങ്ങളാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറ. അതിലൊരർത്ഥമില്ല. അതെന്ന് വെച്ചാൽ കാണുന്നവർ മൊത്തം കൊലപാതകങ്ങളാണെന്ന് പറയാൻ എന്തൊരു അവകാശമാണ് ഇവർക്കുള്ളത്? അവർ മൊത്തത്തിലാന്ന് പറയുന്നത് ആണുങ്ങൾ മൊത്തം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ആർക്ക് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത്. സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദീപക്കിൻ്റെ കേസിലെ പ്രതിയായ ആ ഒരു പെണ്ണുമ്പിളക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ സംസാരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അവർക്കൊക്കെ ആണുങ്ങളെടുത്തുനിന്ന് പീഡനം നേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എന്ന് കരുതി മൊത്തത്തിലുള്ള ആണുങ്ങളെ മൊത്തം വലിച്ചു കയറി എന്താ പറയുക ഒട്ടിക്കുന്നൊരു പരിപാടി ആണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് തീരെ മനസ്സിലാവാത്തൊരു കാര്യം. നമ്മൾ ഇനിയും സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും കുറ്റകൃത്യം ചെയ്ത് പ്രതികളാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ഇതേപോലെ പബ്ലിക്കായിട്ട് ക്യാമറ എടുത്തിറങ്ങിയിട്ട് ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ആണുങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. 2-3 ദിവസമായിട്ട് അങ്ങനെ വരുന്നത് മറ്റുള്ള പുരുഷ വിരോധികളായിട്ടുള്ളവർക്ക് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായി. കാരണം ഈ ചെയ്ത് കൂട്ടിയ കുറ്റകൃത്യങ്ങളൊക്കെ ആണുങ്ങൾ 2-3 ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരെയും കൂടി ഇങ്ങനെ കൊടുക്കുന്ന നിരപരാധിയായിട്ടുള്ള ഒരാളാണ് മരിച്ചത്. ബസ്സിൽ ഒരു വീഡിയോ എടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിനോ എന്ന് തന്നെയുള്ള സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പം പുറത്തറിയാൻ എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്ത ആണുങ്ങളാണെങ്കിൽ മൊത്തം ആണുങ്ങളെയും കൊലപാതകങ്ങളാണ് കാണുന്നതാണ് ഇവരുടെ തെറ്റ്. എല്ലാവരും ഒരുപോലെയല്ല.